നമസ്കാരം. കേരളത്തിലെ ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ടല്ലോ. കോടതി വളരെ ഷാർപ്പായിട്ടാണ് വിഷയത്തിൽ പെട്ടെന്ന് അതിന്റെ അപ്ഡേറ്റും അല്ലെങ്കിൽ അതിന്റെ ഒരു വിധിന്യായത്തിലും അല്ലെങ്കിൽ അഭിപ്രായത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയും അത് ഷാർപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചിലത് ഇങ്ങനെ വിധി പ്രസ്താവിക്കുമ്പോൾ തന്നെ അത് നടക്കും. പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാവുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളിങ്ങനെ ഷാർപ്പായി ആകരുത്. ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്, ഇത്രയും ഷാർപ്പായി നിന്ന് കഴിഞ്ഞാൽ സംഘികൾക്കും കൊങ്ങികൾക്കും ഇതൊരു സുവർണാവസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ മണ്ഡലകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സുന്ദരമായി വളരെ ശാന്തമായിട്ട് ശബരിമലയും അവിടുത്തെ ഭക്തരുടെ ദർശനവും ഒക്കെ വളരെ സുഗമമായി നടന്നു പോകുന്നു. അവിടെയും ഇപ്പൊ അവർക്ക് സുവർണാവസരം കിട്ടുന്നില്ല. വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ തിരക്കുകൾ നിയന്ത്രിച്ചും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ സുവർണാവസരത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ കോടതി ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്തതിൽ അവർക്ക് നല്ല വിഷമം കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ സുരക്ഷ, എന്തെങ്കിലും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി കഴിയുമ്പോൾ അത് സർക്കാരിനെതിരെ വരികയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള നിലപാട് കോടതി സ്വീകരിക്കുമ്പോൾ അതും സർക്കാരിനെതിരെയും വരുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ ഒരിക്കലും ആചാരങ്ങൾക്കൊന്നും എതിരല്ല. പക്ഷെ ജനങ്ങളുടെ സുരക്ഷ അതിന് വലിയ പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിന്റെ കൂടെ തന്നെയാണ്. എന്താണെങ്കിലും ഉത്സവങ്ങൾ മുടങ്ങാതിരിക്കുക, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.